ഹായ്! നമ്മളൊന്ന് പെട്ടെന്നൊരു ലഞ്ച് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് പച്ചക്കറി എല്ലാം കൂടെ കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. ഒരു തീയൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ചക്ക പൊളിച്ചത് ഫ്രിഡ്ജിലിരിപ്പുണ്ടായിരുന്നു. അതുകൂടി നമ്മൾ വേവിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അത് ഒരു കുക്കറിലേക്ക് ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുകയാണ്. കുറച്ച് ദിവസങ്ങളായിട്ട് മീനൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. മീൻ നമ്മൾ മേടിക്കുന്നുണ്ടായിരുന്നില്ല. ഈ പച്ചക്കറി തന്നെയായിരുന്നു ശരണം. പച്ചക്കറി കഴിച്ച് ശരിക്കും പറഞ്ഞാൽ മടുത്തെന്ന് വേണമെങ്കിലും പറയാം. നമ്മൾ ചക്കയൊക്കെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അങ്ങനെ പച്ചക്കറി കഴിച്ച് മടുത്തപ്പോൾ ഇന്നലെ കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ ചെമ്മീനൊന്ന് നുള്ളിയെടുക്കാനായിട്ട് പോവുകയാണ്. നമ്മുടെ കപ്പലൊക്കെ തകർന്നതിന് ശേഷം നമ്മൾ പച്ചക്കറി ആയിരുന്നു ഫുള്ള്. പച്ചക്കറി, മുട്ട, ചിക്കന് ഇതൊക്കെയായിരുന്നു. ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് മീൻ മേടിക്കുന്നത്. അപ്പോൾ കൊഞ്ച് വൃത്തിയാക്കുമ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരു നാര് പോലെ ഒരു സംഭവമുണ്ട്, നൂല് പോലെ ഇരിക്കും കറുത്തിട്ട്. അത് നമ്മളങ്ങ് എടുത്ത് കളയണം. അത് വെച്ചിട്ട് ഒരിക്കലും ഇത് കറി വെക്കാനായിട്ട് പാടില്ല. അതിങ്ങനെ എടുത്ത് കളയാം, ഈസി ആയിട്ട് എടുത്ത് കളയാൻ പറ്റും. അങ്ങനെ നമ്മൾ കൊഞ്ചെല്ലാം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. കുറച്ച് കൊഞ്ചേ ഉണ്ടായിരുന്നുള്ളൂ. 1/2 കിലോ കൊഞ്ചാണ് മേടിച്ചത്. അതിൻ്റെ പകുതിയെ ഞാൻ എടുത്തിട്ടുള്ളൂ. ഇതൊന്ന് ഫ്രൈ ചെയ്ത് ചോറിന് കൊടുത്തുവിടാൻ വേണ്ടിയിട്ടാണ്. അതിൽ കുറച്ച് ഉപ്പുപൊടി ഇട്ട് ഒന്ന് ഇളക്കി വെക്കുകയാണ്. ഉപ്പുപൊടി ഇട്ട് നന്നായിട്ടൊന്ന് കഴുകണം. പിന്നെ നമ്മൾ കഴുകി എടുക്കുകയാണ്. നമ്മുടെ ഇവിടെയെങ്ങും ആരും മീൻ കഴിച്ച് തുടങ്ങിയിട്ടില്ല. മീൻകാരൊക്കെ പോകുന്നുണ്ട്. അധികം ആരും മീനൊന്നും മേടിക്കുന്നില്ല. നമ്മൾ കൊഞ്ച് നല്ല ഭംഗിയായിട്ടങ്ങ് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് വെളുത്തുള്ളി ചതച്ചത് ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ആ കൊഞ്ച് അതിലേക്കിട്ട് ഇളക്കി വെക്കുകയാണ്. ചെമ്മീൻ അവിടെ ഇരിക്കട്ടെ. ആ സമയം കൊണ്ട് നമ്മൾ തീയലുണ്ടാക്കാനായിട്ട് പച്ചക്കറികളൊക്കെ അരിഞ്ഞെടുക്കുകയാണ്. വഴുതനങ്ങ, വെണ്ടയ്ക്ക ഇത് രണ്ടും ഇട്ടിട്ടാണ് ഇന്ന് തീയലുണ്ടാക്കാനായിട്ട് പോകുന്നത്. അപ്പം നമ്മൾ വഴുതനങ്ങയൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തു. ഇനി നമ്മൾ വെണ്ടയ്ക്ക കൂടി ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ഇന്ന് സാമ്പാർ, തീയൽ, തോരന്, മെഴുക്ക് പുരട്ടി, അവിയൽ ഇതൊക്കെ തന്നെ. തീയലിൻ്റെ കഷ്ണങ്ങളൊക്കെ മാറ്റി പിടിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തീയലിനുള്ള കഷ്ണങ്ങളൊക്കെ നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആവശ്യമുള്ള സവാള കൂടി കഷ്ണങ്ങളാക്കി എടുക്കുകയാണ്. ചെറിയ ചതുര കഷ്ണങ്ങളാക്കിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. അങ്ങനെ സവാളയും നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു മൺചട്ടിയിലാണ് തീയലുണ്ടാക്കുന്നത്. തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വറുക്കുന്നതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഫ്രൈ പാനിലാണ് തേങ്ങ വറുക്കുന്നതെങ്കിൽ വെളിച്ചെണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. ഒരു ദിവസം മൺചട്ടിയിലുണ്ടാക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ ഞാനിപ്പോൾ മൺചട്ടിയിലാണ് തേങ്ങ വറുക്കുകയും തീയലുണ്ടാക്കുകയൊക്കെ ചെയ്യുന്നത്. മൺചട്ടിയിലായതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട്. കൂടുതൽ കരിഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് കൈവിടാതെ ഇതിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
നമ്മുടെ ചക്കയ്ക്ക് അരയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് മഞ്ഞൾപ്പൊടി, ജീരകം, വെളുത്തുള്ളി, പച്ചമുളക്, ആവശ്യത്തിനുള്ള ഉപ്പ്, കറിവേപ്പില ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ചേർത്തിട്ട് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഉപ്പും ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് ചേർക്കുന്നത്. ഇനി നമ്മൾ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഈ ചക്കയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ചക്കയുടെ കുക്കർ നമ്മൾ സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട്. വെയിറ്റും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. നമ്മുടെ തേങ്ങയൊക്കെ മൂത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പൊടികൾ ഓരോന്ന് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നമ്മൾ പൊടികളൊന്നും അധികം കരിഞ്ഞു പോകാതെ പെട്ടെന്ന് തന്നെ സ്റ്റൗ അങ്ങ് ഓഫ് ചെയ്യും. നമ്മൾ സ്റ്റൗവിലേക്ക് തന്നെ അടുത്ത ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടിയാണ്. രാവിലെ ചോറിന് കൊണ്ടുപോകാനായിട്ട് ഫ്രൈ ചെയ്ത എണ്ണ അതിലുണ്ടായിരുന്നു. അത് കാരണം അതിലേക്ക് തന്നെയാണ് ചെമ്മീൻ ഇട്ട് കൊടുക്കുന്നത്. കുക്കറിലെ വിസിൽ വന്നിട്ട് സിമ്മിലാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ തീയലുണ്ടാക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ വഴറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ വറുത്ത മൺചട്ടി തന്നെ വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ കഷ്ണങ്ങളൊക്കെ ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. നമ്മളതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ഇത്രയും ദിവസം മീൻ കഴിക്കണമെന്നൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ചെമ്മീൻ ഫ്രൈ ഒക്കെ കണ്ടപ്പോൾ കഴിക്കാനൊരു ആഗ്രഹമുണ്ട്. അങ്ങനെ നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില കൂടി അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. സവാള ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നന്നായിട്ട് വഴന്നു വരുന്നതിന് വേണ്ടിയിട്ട് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീയലൊക്കെ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് വിശദമായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. എങ്കിലും ഞാനിങ്ങനെ അങ്ങ് പറയുകയാണ്. സവാളയൊക്കെ വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ കഷ്ണങ്ങളും വെണ്ടയ്ക്ക കഷ്ണങ്ങളും ഒക്കെ അങ്ങ് ഇട്ട് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇടയ്ക്ക് കറണ്ട് പോയി, അതാണ് ഒരു ഇരുട്ട് കണ്ടത്. നമ്മൾ കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളൊന്ന് അടച്ച് വെക്കും. അടച്ച് വെച്ച് അതൊന്ന് വഴന്നൊക്കെ വരുന്നതിന് ശേഷം മാത്രമേ ഇതിലേക്ക് അരപ്പൊക്കെ ചേർക്കുകയുള്ളൂ. നമ്മളങ്ങനെ അടച്ച് വെച്ചിട്ടുണ്ട്. നമ്മുടെ ചെമ്മീൻ ഫ്രൈ ഒക്കെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ കഷ്ണങ്ങളൊക്കെ വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം മാത്രമേ ഉള്ളൂ. ഒരു 1/2 ഗ്ലാസ് വെള്ളം, 1/4 ഗ്ലാസ് വെള്ളത്തോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി കഷ്ണം ഒന്ന് വെന്ത് കിട്ടുന്നതിന് വേണ്ടിയാണ്. ഇപ്പം തന്നെ പകുതി വെന്തിട്ടുണ്ട്. വഴന്നപ്പോഴേക്കും കഷ്ണങ്ങളൊക്കെ പകുതി വെന്തിട്ടുണ്ട്. നമ്മുടെ
ചക്കയും ഇവിടെ ഇളക്കിയെടുത്ത് പാത്രത്തിലേക്കൊക്കെ ആക്കിയിട്ടുണ്ട്. നമ്മൾ തീയലിന് വേണ്ട അരപ്പ് അരച്ച് ഇരിപ്പുണ്ടായിരുന്നു, അതങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി തീയലിലേക്ക് ആവശ്യമുള്ള പുളി കൂടി ചേർക്കുന്നുണ്ട്. വാളൻപുളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ കുറച്ച് പയറുതോരൻ ഇരിപ്പുണ്ടായിരുന്നു, ഫ്രിഡ്ജിലിരുന്നതാണ്. അതുകൂടി ഒന്ന് ചൂടാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നത്തെ ഈ കൊച്ചു വ്ലോഗ് നിർത്തുകയാണ്. താങ്ക് യു.